ഇന്ത്യ വെച്ച കെണിയിൽ അവർ കൃത്യമായി വീണിരിക്കുന്നു. ഒരു വശത്ത് തങ്ങളുടെ പഴയ ചെയ്തികൾ ബോധപൂർവം മറന്ന് ഇന്ത്യ വെള്ളത്തെ ആയുധമാക്കുന്നു എന്ന പാകിസ്ഥാന്റെ നിലവിളി, മറുവശത്ത് അതിർത്തിക്കപ്പുറത്ത് ഇന്ത്യ തയ്യാറാക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ 2 എപ്പോൾ വരുമെന്ന അവരുടെ ഭയം. സൈനിക നീക്കങ്ങളെ ഭയന്ന് ഇതുവരെ അങ്ങേയറ്റം മൗനം പാലിച്ചിരുന്ന പാകിസ്ഥാൻ ഒടുവിൽ ഡാമുകൾ കാരണം ശ്വാസം മുട്ടിയപ്പോൾ അവർ ഫണം വിടർത്തി ആടാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇന്ത്യയുടെ നദികളിൽ ഡാം കെട്ടുന്നത് പാകിസ്ഥാന് നേരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ് എന്ന് തുറന്നു പറയുന്നതോടെ പാകിസ്ഥാൻ ആദ്യ വെടി പൊട്ടിച്ചു കഴിഞ്ഞു. ചെനാബ് നദിയിൽ ഇന്ത്യ അതിവേഗം പണിയുന്ന 2 വൻകിട ജലവൈദ്യുത പദ്ധതികളാണ് അവരെ ഈ നിലവിളിയിലേക്ക് എത്തിച്ചത്. തങ്ങളോട് ചോദിക്കാതെ ഇന്ത്യ പണിയുന്ന ഈ ഡാമുകൾ തങ്ങളുടെ 25 കോടി ജനങ്ങളെ വലിയ അപകടത്തിലാക്കുമെന്ന് പാക് വക്താവ് താഹിർ അൻഡ്രാബി വിലപിക്കുന്നു. ഇന്ത്യയുടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെ യുദ്ധത്തിനുള്ള ഒരു കാഹളമായിട്ടാണ് അവർ കാണുന്നത്. എന്നാൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി വളരെ വ്യക്തമാണ്. ഞങ്ങളുടെ പ്രദേശം, ഞങ്ങളുടെ നദികൾ, അവിടെ ഡാം പണിയാനും ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് വെളിച്ചം നൽകാനും ഞങ്ങൾക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല. നെതർലാൻഡ്സിലെ അന്താരാഷ്ട്ര കോടതിയെ പോലും ഇന്ത്യ വകവയ്ക്കുന്നില്ല. നിയമവിരുദ്ധമായിട്ടുള്ള ഇത്തരം സമിതികളുടെ ഉപദേശം കേൾക്കേണ്ട ഗതികേട് ഇന്നത്തെ ഇന്ത്യക്കില്ല എന്നായിരുന്നു സിന്ധു നദീ ജല കരാറുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കിയ ഈ ഉഡായിപ്പ് കോടതിയോടുള്ള ഇന്ത്യയുടെ പ്രതികരണം പോലും. ഈ ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണെന്ന് നമുക്ക് ഒന്നുകൂടി ഓർക്കാം. 2025 ഏപ്രിലിൽ കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന വലിയ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ അതിശക്തമായിട്ടുള്ള തിരിച്ചടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ദശാബ്ദങ്ങളായി അതിർത്തി കടന്നെത്തുന്ന ആക്രമികളെ തീവ്രവാദികളെ ഉപയോഗിച്ച് നമ്മളെ ഉപദ്രവിച്ചവർക്കുള്ള മറുപടി. അതിനൊപ്പം തന്നെ 1960 പഴയ സിന്ധു നദീ ജല കരാർ ഇന്ത്യ റദ്ദാക്കി. നദികളിലെ വിവരങ്ങളും ഡാമുകളിലെ കണക്കുകളും അവർക്ക് കൈമാറുന്ന ആ പഴയ പരിപാടി എന്നേക്കുമായി നിർത്തി. വാസ്തവത്തിൽ അവരെ വരിഞ്ഞു മുറുക്കി ഗതികെടുത്തുക എന്നത് തന്നെയായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം. എന്നാൽ ഈ പ്രകോപനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ 2 ഉടനെ ഉണ്ടാകുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നെങ്കിലും അത് എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. വലിയൊരു ടെൻഷൻ നിലനിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിലും ഇന്ത്യയെ ഭയന്ന് പാകിസ്ഥാൻ അങ്ങേയറ്റം മൗനത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം മുട്ടിച്ച് പ്രകോപിപ്പിച്ച് അവരെ കൊണ്ട് തന്നെ പ്രതികരിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചു. ഇന്ത്യ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഒടുവിൽ ഗതികെട്ട് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഡാം നിർമ്മാണം യുദ്ധത്തിനുള്ള നീക്കമാണെന്ന് അവർ പറയുന്നതോടെ ഒരു വലിയ യുദ്ധത്തിലേക്കുള്ള ആദ്യ പ്രകോപനം അവർ തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അംഗം തുടങ്ങിക്കഴിഞ്ഞു. പാകിസ്ഥാൻ യുദ്ധത്തിനുള്ള ആദ്യ നീക്കം ആരംഭിച്ചതോടെ അവരെ നേരിടാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇപ്പോൾ ഇന്ത്യയുടെ കൈകളിലായി. ഇന്ത്യയുടെ തന്ത്രപരമായിട്ടുള്ള വലയിൽ അവർ പൂർണ്ണമായും കുടുങ്ങി എന്ന് തന്നെ പറയാം. ഓപ്പറേഷൻ സിന്ദൂർ 2 വഴി തുറക്കാൻ ഇതിലും മികച്ചൊരു അവസരം ഇന്ത്യക്ക് ലഭിക്കാനില്ല. പുതിയ ഇന്ത്യയോട് ഇനി പഴയ കളികൾ നടക്കില്ല. ഇവിടെ ഇരവാദങ്ങൾക്ക് സ്ഥാനവുമില്ല. കളികൾ ഇനി വേറെ ലെവലിലേക്ക് മാറും. നിയന്ത്രണം ഇന്ത്യയുടെ കൈകളിലാണ്. ഇന്ത്യയുടെ ഡാം നിർമ്മാണം അതിവേഗം തന്നെ മുന്നോട്ട് പോകും. അത് തടയാനുള്ള ചങ്കുറപ്പ് പാകിസ്ഥാൻ ഉണ്ടോ എന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് കാണാം.